ഹലോ ഗായ്സ്, അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഒരു ഓണം കോസ്റ്റ്യൂം ഹെസ ബേബിക്ക് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേത് കോസ്റ്റ്യൂമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇതിൽ ഏതാണ് ഹെസ ബേബിക്ക് നന്നായി ചേരുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹെസ ബേബിക്ക് ഇട്ട് നോക്കിയപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി. ഞാൻ ഇതുവരെ ഓണത്തിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യലായിട്ട് ഔട്ട്ഫിറ്റൊന്നും ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു ഈ ഒരു ജീൻസും പാൻറ്റും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഹെസ ബേബിക്ക് മാച്ചായിട്ടൊരു ഓണം കോസ്റ്റ്യൂം ട്രൈ ചെയ്താലോ എന്ന് ഞാൻ കൽപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആ ഒരു ഷോപ്പ് മൊത്തം കറങ്ങി തിരിഞ്ഞിട്ട് കുറച്ച് റെഡി ടു വെയർ സാരിയും അല്ലാത്ത ധാവണി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ഗൈസ്, ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ള കാര്യം. കാരണം എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, ധാവണി കിട്ടിയിട്ട് അതും എങ്ങനെ ഉടുക്കണമെന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് പറ്റിയ ഡ്രസ്സ് ഈ ഒരു പാൻറ്റും ടോപ്പും ഒക്കെ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഹെസ ബേബി മാത്രം ഷൈൻ ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ധാവണിയും സാരിയൊന്നും പറ്റാണ്ട് വന്നപ്പോൾ ഞാൻ ഒരു ചുരിദാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഓണം വൈബിനേക്കാൾ ഈദ് വൈബായിരുന്നു കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓണ കോസ്റ്റ്യൂം വേണ്ടാന്ന് ഞാൻ വെച്ചു.